ബൊഗേൻവില്ല നമ്മൾ രണ്ടുപേരും കൂടെ മുംബൈ പോവാണ്. കുറെ നാളായിട്ട് ആഗ്രഹിച്ചിട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു മുംബൈ. പക്ഷെ പ്ലാൻ ചെയ്തിട്ട് നടക്കണ്ടായിരുന്നില്ല, ഇപ്പൊ നടന്നു. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങോട്ട് നമ്മൾ സ്ലീപ്പറിലാണ് പോകുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് പേടിയുണ്ട്. എനിക്കിങ്ങനെ ഈ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കമ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ കേട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് സ്ലീപ്പറേ കിട്ടിയുള്ളൂ. കുഴപ്പമില്ലെന്നും പറയുന്നുണ്ട്. അപ്പോ പോവാം. യൂബർ വന്നിട്ടുണ്ട്. നമ്മൾ ഊബറാണ് ബുക്ക് ചെയ്തത്, വണ്ടി കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1:30ക്കാണ് ട്രെയിൻ. മംഗൾ ദീപോ എന്താണ് മംഗള. പോവാ. സ്റ്റേഷനിലെത്തിയിട്ട് ആദ്യം ചെയ്തത് നമ്മുടെ വേളാങ്കണ്ണി ട്രിപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ബൾക്ക് ബുക്കിംഗ് ചെയ്യണമായിരുന്നു ടിക്കറ്റ്. അപ്പോൾ അതിന് AC മാത്രമാണ് നമ്മൾ ഓൺലൈൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് നേരിട്ട് പോയി ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയി. പക്ഷേ അത് നടന്നില്ല. നമ്മുടെ ട്രെയിൻ വരുന്ന സമയമായതുകൊണ്ട് അതിന് പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടവും, പിന്നെ അത് മാത്രമല്ല അതിനേക്കാൾ വലിയ സങ്കടമായത് നമ്മുടെ കല്ലൂർ ബാലേട്ടൻ. ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ CVTLCയിൽ കണ്ടാൽ മനസ്സിലാവും. കല്ലൂർ ബാലേട്ടൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലേട്ടൻ മരിച്ചുപോയി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടത്. അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. അത് സങ്കടം മനസ്സിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മുംബൈ ട്രിപ്പിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആ ഒരു സങ്കടത്തിൽ അങ്ങ് പോയി. സ്റ്റേഷനിലെത്തിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ബുക്സ് എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വായിച്ച് നമ്മുടെ സമയം കളഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അത് ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വന്ന് നിന്നു. അതിന് ശേഷമാണ് അത്ര നേരമൊക്കെ അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേ നേരം വന്ന് നിന്നിട്ടാണ് പോയി കിടന്നത് കേട്ടോ. രാത്രി ഫുഡ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ വന്നൊക്കെ നിന്നിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. രാവിലെ ആയപ്പോഴേക്കും എന്താ രത്നഗിരി. എന്ത് രസമുള്ളൊരു സ്റ്റേഷനാണ് രത്നഗിരി. നിറച്ച് ബൊഗൻവില്ലയാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് ബൊഗൻവില്ല എന്നാണല്ലോ. ബൊഗൻവില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന നിറച്ചുണ്ട്. അപ്പോൾ ഡോർഫിൻ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് അധികം നേരം രത്നഗിരിയിൽ നിർത്തിയിടും. പിന്നെ അവിടെ നല്ല സൂപ്പർ ചായ വരും കേട്ടോ. രത്നഗിരി ടീ എന്ന് പറഞ്ഞവർ വിളിച്ച് പറഞ്ഞുകൊണ്ട് വരും. അത് എപ്പോഴെങ്കിലും അതിൽ പോകുന്നവരൊക്കെ നിങ്ങൾ കുറേ പേര് കുടിച്ചിട്ടുണ്ടാവും. ഇതുവരെ അവിടെ നിന്ന് കുടിക്കാത്തവരൊന്ന് കുടിച്ച് നോക്കണേ. സൂപ്പർ പാട്ട്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അത് നിറയെ പാലിട്ട് നല്ല കടുപ്പത്തിൽ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല ടീ അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞപ്പോൾ രത്നഗിരി എന്നാണ് കുറേ ചേച്ചിമാർ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കയറും. കുക്കുംബർ ഉണ്ടായിരുന്നു, ചിലർ ഓറഞ്ച് കൊണ്ടുവരും, പിന്നെ പഴം കൊണ്ടുവന്നായിരുന്നു. എല്ലാവരും ആ സമയത്ത് ധാരാളം ഫ്രൂട്ട്സ് വാങ്ങിക്കോട്ടോ. ഞാനപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുക്കുംബർ വാങ്ങിയേ. ഒരു കുക്കുംബറിന് 10 രൂപയാണ്. അപ്പോൾ അതിങ്ങനെ ഇതായി ഒരു നമ്മളുടെ ഈ കാണുന്ന ഒരു ഇല കണ്ടല്ലോ. എനിക്കത് കണ്ടപ്പോൾ നമ്മളുടെ ഒരു തല്ലിത്തേങ്ങ എന്ന് പറയണേ, അങ്ങനെയാണോ എല്ലായിടത്തും പറയണതെന്ന് അറിയില്ല. അതിൻ്റെ ആ മരത്തിൻ്റെ ഇല പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനകത്തേക്ക് ഇങ്ങനെ കുറച്ച് ആ മസാലയൊക്കെ ഇട്ട് തരും. അപ്പോൾ എല്ലാവരും നമ്മുടെ മലയാളികളൊക്കെ മസാല കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നമ്മൾ 1:30 ആയപ്പോഴത്തേക്കും എത്തുമെന്ന് പറഞ്ഞ ട്രെയിൻ കല്യാണിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ കല്യാണിൽ എത്തിയപ്പോഴേക്കും 3 മണിയായി. അപ്പോൾ ഞങ്ങൾ 3 മണിക്ക് അവിടെ ഇറങ്ങി ഉടനെ പിന്നെ വീട്ടിലേക്ക് വിളിച്ചു, പിള്ളേരെ വിളിച്ചു. പിന്നെ നമ്മളെ കൂട്ടാനായിട്ട് നമ്മളുടെ പിന്നെ രേഷ്മ ചേച്ചിയുടെ മോൻ ഡിവിനാഷാണ് വരുന്നത്. ഡിവിനാഷ് നമ്മൾ പ്രത്യേകം വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഡിവിനാഷിനെ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഒരു സർപ്രൈസ്. നമുക്കൊക്കെ വളരെ പരിചയമുള്ള, നമുക്ക് അറിയാവുന്നൊരു ഫിഗറാണ്. ഫിഗറിന് അത് ആ ഡിറ്റോയാണ് ഡിവിനാഷ് കേട്ടോ. അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡിവിനാഷിനെ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. അപ്പോഴേക്കും ഡിവിനാഷ് വന്നത്. എൻ്റെ മുന്നേ പോകുന്നതാണ് ഡിവിനാഷിൻ്റെ ഫേസ്. നമ്മൾ പിന്നെയാണ് കാണിച്ചു തരുള്ളൂ, ഇപ്പോൾ കാണിക്കില്ല. അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ. Day 2 കാണിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ ഡോംബിവിലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡിവിനാഷൊക്കെ താമസിക്കുന്നത്, രേഷ്മ ചേച്ചി താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ അടുത്തോട്ട് പോകുന്നത് നമ്മൾ ട്രെയിനിലാണ്. അപ്പോൾ ഡിവിനാഷ് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ആ ട്രെയിനിൽ കയറിയിട്ടാണ്, തൊട്ടടുത്ത് തന്നെ സ്റ്റേഷനാണല്ലോ, അധികം ദൂരമൊന്നുമില്ല. ഈ ട്രെയിനിൽ കയറുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണല്ലോ. നമ്മൾ ഈ സിനിമയിലൊക്കെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു നാടാണ് മുംബൈയെങ്കിലും, വരാൻ ആഗ്രഹിച്ചിരുന്ന സ്ഥലമാണ് മുംബൈയെങ്കിലും, ഇതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഈ ട്രെയിനിൽ കയറുക. ശരിക്കും എനിക്ക് തോന്നി മുംബൈ അറിയണമെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണമെന്ന്. ഇനി ഞാനിവിടെ ആദ്യമായിട്ടാണ് ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമായിരുന്നു ഇതിനകത്ത് കയറിയപ്പോൾ. ഡോർഫിനും ഡിവിനാഷും കൂടി അവിടെ നിന്നു. ഞാനിവിടെ വന്ന് ഇതൊക്കെ ആസ്വദിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഒരു ഓട്ടോയിലാണ് നമ്മൾ രേഷ്മ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത്. അപ്പം ഓട്ടോയൊക്കെ പിടിച്ച് നമ്മളവിടെ നിന്ന് ഓട്ടോ പിടിക്കുവാണെങ്കിൽ നമ്മൾ ചുറ്റിപ്പോവും. നമുക്ക് പരിചയമില്ലാത്തതാണെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുറ്റിപ്പോവും. പക്ഷേ ഇതിപ്പം ഡിവിനാഷ് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്, നാട്ടുകാരനായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി, താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി. ഇത് ലിഫ്റ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ എല്ലാം എടുത്ത് ബാഗൊക്കെ ചുമന്നിട്ടാണ് കയറിയത്. ഇതാണ് രേഷ്മ ചേച്ചി. ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. ചേച്ചി ഇവിടെ കണ്ണൂരുകാരി ആയതുകൊണ്ട് എന്നെ കാണിക്കില്ലെന്ന് പറയുന്നത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പം നല്ല അടിപൊളി കണ്ണൂർ ബിരിയാണി നമുക്ക് കിട്ടി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചേച്ചി നല്ല അടിപൊളി ഒരു കുക്കാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ചെന്ന് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നിട്ടൊക്കെയാണ് കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിച്ച്
ബിരിയാണിയോടൊപ്പം ക്യാബേജ് തോരനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മളുടെ ഇവിടെ സലാഡും അതുപോലെ പിക്കിളൊക്കെ അല്ലേ ഉള്ളത്. ഇവിടെ ക്യാബേജ് തോരന് കണ്ണൂരൊക്കെ അങ്ങനെ കൊടുക്കുമെന്ന്. ക്യാബേജ് തോരനും പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും ഇത് ശിവാനി കേട്ടോ, ശിവാനി ഡിവിനാഷിൻ്റെ ഫ്രണ്ടാണ്. ഞാനും ഡോപ്പിയും ചേച്ചിയും ശിവാനിയും കൂടെ നമ്മൾക്ക് വേളാങ്കണ്ണിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേഷനിൽ പോയിട്ട് മുംബൈയിൽ നിന്നാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയത്. എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ നമ്മളോട് പെരുമാറുന്ന ഒരു പെരുമാറ്റവും ഇവരുടെ ഒരു പെരുമാറ്റവും ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. കാരണം നമ്മൾക്ക് എന്താ അറിയാവുന്നത്, ഹിന്ദിക്കാർ ഭയങ്കര റഫാണ്, റൂളാണെന്നൊക്കെയാണ്. അതൊക്കെ എന്നെ മാറ്റിമറിച്ചിട്ട് ഇത് നോക്ക്, ഇങ്ങനത്തെ തണ്ണിമത്തം ഞാൻ ആദ്യം കാണുകയാണ്. ഇത് ഇവിടുത്തെ മാർക്കറ്റിലുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെയും പച്ചക്കറിയുടെയൊക്കെ മാർക്കറ്റ് ഈവനിങ് ആകുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവും. എത്ര ആളുകളാണെന്ന് പറയുമ്പോൾ ഇവിടെ കൂടെ നടന്ന ചേച്ചി പറഞ്ഞു വാങ്ങാൻ തോന്നും, ഒന്നും വാങ്ങണ്ട, നമുക്ക് അടുത്ത ദിവസം വാങ്ങാവുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ചേച്ചി പറഞ്ഞാൽ ശരിയാണ്, ഇവിടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നും കേട്ടോ. അത്രയും വില കുറവാണ്. അതുപോലെ ഇങ്ങനെ നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ആ സമയത്ത് വന്ന് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് മാത്രമല്ല സൈഡിൽ ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെയും ബാഗിൻ്റെ ഒക്കെ കടകളാണ്. ഞാനവിടെ നിന്ന് പക്ഷേ കുറച്ച് മുസമ്പിയും പിന്നെ പേരക്കയൊക്കെ വാങ്ങിച്ചു. രാത്രി വേറൊന്നും കഴിച്ചില്ല. ഞാൻ ആ ഒരു പേരക്ക കഴിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വഴുതനങ്ങയൊക്കെ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ ഒരു സൈസാണ്. ഇവിടെ ഉള്ളതിനേക്കാൾ നല്ല വലിപ്പമുള്ള നല്ല സുന്ദരന്മാരായിട്ടുള്ള വഴുതനങ്ങകളും പച്ചക്കറികളും. അതുപോലെ ഞാൻ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ചാമ്പക്ക കണ്ടു. അങ്ങനെ കുറേ സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ നാട്ടിൽ കാണാത്തത് നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടു. പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ. ഇത് എവിടെയാണോ ഇത് കൃഷി ചെയ്യണമെന്ന് ഞാൻ ചേച്ചിനോട് ചോദിക്കണം നിർത്തിട്ട് മറന്നുപോയി. ഇനി ചോദിക്കണം. അങ്ങനെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ രാത്രി ഞാൻ പേരക്കയാണ് കഴിച്ചതെന്നുള്ളത്. കുറച്ച് ഞാൻ ടയേർഡായി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും. പിന്നെ ആ ഒരു പേരക്കയൊക്കെ കഴിച്ചിട്ട് മാറി കിടന്നു കേട്ടോ. അപ്പം നാളെ കാണാം എല്ലാവരും. സ്റ്റേ ട്യൂൺ. ബൈ.